റോഷിപ്പാൽ പാടണം. റോഷിപാലിനെ ആടിക്കാനായിട്ട് ഞാൻ പെട്ട പാട് അല്ലേ? റോഷിപാലിന്റെ ശ്രീന ഒരുപാട് തവണ ഡാൻസ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇന്നലെ ലൈവിൽ കണ്ട് ഞെട്ടി ശ്രീന എനിക്ക് പഴംപൊരിയുമായിട്ട് വന്നു ഗൈസ്, ശരിയല്ലേ? റോഷിപാലിനെ ഡാൻസ് ചെയ്യിപ്പിച്ചതിന് എനിക്ക് പഴംപൊരി സമ്മാനമായിട്ട് പഴംപൊരി സമ്മാനം ആദ്യമായിട്ട് കൊടുക്കണ്ടാവും ഭാര്യ അല്ലേ? പഴംപൊരിയും ഉള്ളിവടയും രണ്ട് കൊണ്ടുവന്നു. ഉള്ളിവട ഞാൻ പറയാതിരുന്നതാ. ബീഫ് പറഞ്ഞില്ലേ ഉള്ളിവട എന്ന് പറയുമ്പോഴേ. ജില്ലാ ശാസ്ത്രീയ സംഗീതത്തിൽ ജില്ലാ കലോത്സവ വേദി കീഴടക്കിയ ഒരാളാണ് റോഷിയേട്ടൻ. റോഷിയേട്ട ഹീറോയാണെന്ന് എല്ലാവരും പറയുന്നു. ആരെങ്കിലും കയ്യിൽ ചാവി ഉണ്ടെങ്കിൽ സുജയ്ക്ക് കൊടുക്കും, അപസ്മാരം ഇളകിയതാന്നൊക്കെ മുഹമ്മദ് കുട്ടി പറയുന്നു. അങ്ങനെയൊക്കെ തോന്നിയോ ഗൈസ്? ഞങ്ങളുടെ എനർജി ആണ് അസൂയ വരുന്ന ആൾക്കാർ പറയുന്നത്. അതാണ് വെറും അസൂയ. രാവിലത്തെ ചായ പരിപ്പോട ഏറ്റിട്ടുണ്ട്. അമീൻ അതിനുള്ള നന്ദി കാണിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ നമുക്ക് ബസ്സിലേക്ക് കയറുമല്ലേ? അപ്പൊ നമ്മുടെ വാദ്യോപകരണങ്ങളൊക്കെ നമുക്ക് ആദ്യം ബസ്സിലേക്ക് കയറ്റാം. പോവട്ടെ വാദ്യോപകരണങ്ങൾ. അപ്പൊ വാദ്യോപകരണങ്ങൾ പോകുന്നു, അതിന്റെ കൂടെ നമുക്കൊരു പാട്ട്. അപ്പൊ ഇവര് പോകുന്നതിനൊപ്പം ഒരു പാട്ട് പാടി നമ്മുടെ ബസ്സിലേക്ക് കയറുന്നു. മാനവീയം വേദിയിൽ നിന്ന് ധാരാളം പേർ അവിടെ ചായ കുടിക്കുന്നൊക്കെ ഉണ്ട്, അവരെയൊക്കെ നമുക്കൊന്ന് കാണിക്കാം. നമുക്ക് ചലോ ബസ് റെഡിയല്ലേ? അപ്പൊ അവര് ബസ്സിലേക്ക് പോകുന്നു. നമ്മുടെ ഇവിടെ കുറച്ചുപേര് ചായയൊക്കെ കുടിച്ച് നിൽക്കുന്നുണ്ട്. അവർ സംസാരിക്കുമോ നമുക്കൊന്ന് നോക്കാം. ദാ ഇവിടെ മറഞ്ഞു നിൽക്കുന്നത് ആരാണ്? മറഞ്ഞു നിൽക്കുന്നു. എന്താണ് റസിയ മറഞ്ഞു നിൽക്കുന്നത്? ഒന്നുമില്ല, വെറുതെ. പേരെന്താ? സന. മോളുടെയോ? ഇന്ദുജ. എന്ന് വരാറുണ്ടോ ഇവിടെ? ഇല്ല, ഞങ്ങൾ ഇന്ന് ആദ്യത്തെ റണ്ണാണ്. അത് കഴിഞ്ഞിട്ട് വന്നപ്പോ ആദ്യത്തെ റണ്ണ് തന്നെ ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ്. ഇനി റണ്ണോട് റണ്ണായിരിക്കും. വീട്ടിൽ പറഞ്ഞായിരുന്നോ? ഇല്ല. ഈ ഓട്ടം വീട്ടിൽ അറിഞ്ഞിട്ടില്ല? ഇല്ല. ഇവിടെ പഠിക്കുവാണോ? യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുക. ഹോസ്റ്റലിലാണ്? രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്. അതെ. രാവിലെ നടക്കുന്നതൊക്കെ നല്ലതാണ്. നമ്മൾ എനർജി വരും, പവർ വേണ്ടേ? അതെ, പവർ വേണം. അപ്പൊ രാവിലെ വ്യായാമം ഒക്കെ മസ്റ്റ് ആണ്. നമ്മൾ വ്യായാമം ഒക്കെ ചെയ്തു വേണം വളരാൻ. ഏത് ഇയർ ആയി? ഇപ്പോ ഫസ്റ്റ് ഇയർ. ഞാൻ പൊളിറ്റിക്സ് ആണ്. ഹിസ്റ്ററിയാണ്. രണ്ടും നല്ല വിഷയമാണ്. അപ്പോ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആ വിഷയങ്ങളൊക്കെ ഉപകാരപ്പെടട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് ഓടി തുടങ്ങിയ പിള്ളേരെ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ കുടുക്കിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം. എന്താ പേര് ചേട്ടാ? വിനോദ് കുമാർ. ചേട്ടന്റെ? വിജയകൃഷ്ണൻ. രാവിലെ എങ്ങനെ നടക്കാൻ വന്നതാണോ അതോ ഇവിടെ ഈ ബഹളം കണ്ടു വന്നതാണോ? കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് ഞാൻ. അയ്യോ സാറേ, നമസ്കാരം. ഇത് പി ടി സാറാണ്. പി ടി സാറ് കറക്റ്റ് രാവിലെ ഒന്ന് ഓടാൻ ഇറങ്ങണമെന്നൊക്കെ ആഗ്രഹിച്ചു, പക്ഷെ ഓടിയിട്ടില്ല. ഇല്ല, ഇവിടെ കണ്ട് ബ്ലോക്കായി. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ പരിപാടി? നല്ല പരിപാടി. കാസർഗോഡ് ജില്ലയിലെ ചാമ്പ്യന്മാരായിരുന്നു നമ്മുടെ സ്കൂള്. ഇപ്പൊ ഒരുപാട് 90ഓളം. ദുർഗയല്ലേ? ദുർഗയുടെ കുട്ടികൾ നമുക്ക് വന്നിരുന്നു, ലൈവ് വന്നിരുന്നു. അപ്പൊ ഉഷാറാക്ക് കേട്ടോ. അപ്പൊ കാസർഗോഡ് കണ്ടിക്ക എന്ന് ചോദിച്ചാൽ കാസർഗോഡുകാരുണ്ട്. ഇപ്പുറത്ത് മറ്റൊരു ചേട്ടൻ തിരിഞ്ഞു പോവുകയാണ്. ബൈ പറയുന്നു. ബൈ ചേട്ടാ. നമ്മൾ നേരത്തെ ചായ കുടിച്ച കട നമ്മൾ കണ്ടു. ഇത് ഒരു കപ്പിൾസ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഹായ്, ചേച്ചിയാണോ? ഐ എം സോറി. അപ്പൊ രണ്ടുപേരും ഒന്നിച്ചാണോ? ഈ ഒരു മോർണിംഗ് എങ്ങനെയാണ്? വാക്കാണോ അതോ? മോർണിംഗ് വാക്ക് എത്ര നാളായി തുടങ്ങിയിട്ട്? ന്യൂ ഇയർ റെസൊല്യൂഷൻ ആണോ? അല്ല, ഇത് എപ്പോഴും ചെയ്യുന്ന ഒരു ഹാബിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ ചായ മാൻഡറ്ററി ചായ കുടിച്ചിട്ടേ നടക്കുന്നു. ചേച്ചിയുടെ കണ്ണ് നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇല്ല. രണ്ടുപേരും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? ഏജ് ഡിഫറൻസ്? ഒരു 6 years. അനിയൻ പണ്ട് തൊട്ടേ ഇങ്ങനെ കുശുമ്പനാണോ? അതെ. ചേച്ചി സുന്ദരിയാന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? ഇല്ല, സഹിക്കത്തില്ല. മാത്രമല്ല അനിയന് കണ്ണടയുണ്ട്, കണ്ണ് കാണത്തില്ല. എനിക്കുണ്ട്. എവിടെയാ വീട്? എവിടെയാ? വഴുതക്കാട്. അപ്പൊ വീട്ടിലെല്ലാവരോടും അന്വേഷണം പറ. ഇത് കട്ടൻ ചായ, ഇവിടെ പാൽ ചായ. അപ്പൊ രണ്ടുപേരും തമ്മിലുള്ള, അതായത് ഒരു വീട്ടിലാണെങ്കിൽ രണ്ടഭിപ്രായം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഒന്ന് കട്ടൻ ചായ, ഒന്ന് പാൽ ചായ. അപ്പൊ ഉഷാറാവട്ടെ കേട്ടോ. അപ്പൊ നമ്മളൊരു ചേട്ടനെയും ചേച്ചിയെയും അനിയനെയും പരിചയപ്പെട്ടു. ഇതാ നമ്മൾ ചായ കുടിച്ച കട ഇതാണ്. ചായ കുടിച്ച കടയിലെ ചേട്ടാ നമസ്കാരം. ചായയൊക്കെ ഗംഭീരമായിരുന്നു കേട്ടോ. അപ്പൊ മാനവീയം വീതിയിലേക്ക് വരുന്നവരെ ഇവിടെ വന്ന് ഒരു ചായ കുടിച്ചിട്ട് വേണമോ? ചേട്ടന്റെ പേര്? കൃഷ്ണൻകുട്ടി ചേട്ടന്റെ മാനവീയം വീതിയിലെ കടയിൽ നിന്നാണ് നമ്മൾ ചായ കുടിച്ചത്. ചായയുടെ പൈസ കൊടുത്തല്ലോ അല്ലേ പ്രസാദേ? എല്ലാം സെറ്റാണ്. അപ്പൊ നമുക്ക് പോവാം. അല്ലെങ്കിൽ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് എല്ലാവരും ഒക്കെ പോയി കളഞ്ഞു. നമുക്ക് നേരെ കയറാം. റോഡ് നിയമങ്ങളൊക്കെ പാലിച്ചു വേണം റോഡ് ക്രോസ് ചെയ്യാൻ. ടി വി പ്രസാദ്, ആവേശം വേണ്ട. റിനു ആണ് നമ്മുടെ ട്രാഫിക് ബോധവൽക്കരണവുമായി ഒട്ടൊപ്പം ഉള്ളത്. നമ്മളൊന്ന് ക്രോസ് ചെയ്യുവാണ്. നേരെ നമുക്ക് നമ്മുടെ ബസ്സിലേക്ക് പോകാം. അതോടൊപ്പം നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാൻ സമയമായിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലെ ഡ്രോൺ ഷോട്ട്സ് അടിപൊളിയായിരുന്നു. ഞാനും TVM കാരനാണെന്ന് ശ്രീഹരി പറയുന്നു. താങ്ക് യു. റിപ്പോർട്ടർ ചാനലിൻ്റെ മൃതസഞ്ജീവനി ആയിരുന്നു റോഷിപാൽ. അലി അക്ബർ നമ്മുടെ ചെക്കനായെന്ന് മനു പറയുന്നു. ഗൾഫിൽ ഇരുന്നുകൊണ്ട് നാട് കാണാൻ പറ്റിയത് നിങ്ങളുടെ ഡ്രോൺ ഷോ കാരണമാണ്. അപ്പോൾ ഒരു പാട്ട് പിടിച്ചാലോ? പാട്ടുപാടി ബസ്സിലോട്ട് കയറാം. ഞാൻ മൈക്ക് കൈമാറുന്നു. പാട്ടുപാടി നമ്മൾ ബസ്സിലേക്ക് കയറുന്നു.